ഹായ്, ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോവുകയാണേ. എവിടെയാണെന്നല്ലേ? കാഞ്ഞിരത്താനം. സ്ഥലം എവിടെയാണെന്നറിയുമോ? നമ്മുടെ കുറവിലങ്ങാട്ട് നിന്ന് കുറുപ്പന്തറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കാഞ്ഞിരത്താനം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ശരിക്കും അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിപ്പോണം. ആ റൂട്ടാണ് കേട്ടോ ഇത്. കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു ഉൾപ്രദേശമാണ്, ശരിക്കും ഒരു ഉൾനാടൻ ഗ്രാമം എന്നൊക്കെ പറയാം. പക്ഷെ നല്ല രസമാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ആ സ്ഥലം. ഞാനിന്ന് വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചൊന്നും വന്നതല്ല. വന്ന വഴിക്ക് ഇവിടെ അടിപൊളി ഒരു സ്ഥലമുണ്ട്, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. എന്നാൽ കണ്ടാലോ നമുക്ക് ആ സ്ഥലം? ഇതാകട്ടോ ഞാൻ പറഞ്ഞ ആ സ്ഥലമേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം കേട്ടോ. ഇതൊരു വലിയ കുളമാണേ. ഈ കുളത്തിൻ്റെ പേരാണ് മണിയഞ്ചിറക്കുളം. ഈ പേരിലാട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കാണുമ്പോൾ തൊട്ട് ഈ കുളം ഇവിടെയുണ്ട്. ഇത് നാട്ടുകാരാട്ടോ സംരക്ഷിച്ച് വരുന്ന പഞ്ചായത്ത് കുളമാണ്. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരത് വളരെ വൃത്തിയും നല്ല ഇതൊക്കെ ആയിട്ട് ക്ലീനൊക്കെ ആയി നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അവർ കുറേ മീനും എല്ലാം പിടിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ആരെക്കൊണ്ടും പിടിപ്പിക്കുകയൊന്നുമില്ല. നമുക്ക് കാണാം. വെക്കേഷൻ ടൈമിൽ ഇവിടെ പിള്ളേരെയൊക്കെ കാണാറുണ്ട് കേട്ടോ, നീന്തൽ പഠിക്കാനും ഒക്കെ ആയിട്ട്. ഇത് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. കുളവും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ട്. ഏതായാലും നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഒരു അടിപൊളി കുളം തന്നെയാണ്. നീന്താനൊക്കെ ആയിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല എൻജോയ് ചെയ്ത് പോകാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. വന്നാൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് പോകാം. പിന്നെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ സ്കൂൾ ടൈമിൽ കാഞ്ഞിരത്താനം സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുവരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ ആദ്യമായിട്ട് ടൂർ വന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഒരുപാട് നീന്തൽ മത്സരങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു കുളമായത്. ഇപ്പോഴത്തെ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി നീന്തൽ മത്സരങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ കുളത്തെക്കുറിച്ച് അറിയാവുന്നവരോ ഇവിടെ വന്നിട്ടുള്ളവരോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഞാൻ കുറേ നേരം ഈ കുളത്തിൻ്റെ കരയിൽ ഇരുന്നിട്ടാണ് പോയത്. വേറെ ആരുമില്ല. നല്ല രസമായിരുന്നു. മീനെ വല്ലതും കാണാവോന്നൊക്കെ നോക്കി. പക്ഷേ വലിയ മീനുകളൊക്കെ കുളത്തിൻ്റെ നടുഭാഗത്തായിട്ടാണ്. അതൊന്നും കാണാൻ പറ്റിയില്ല. ചെറിയ കുറേ പരലുകളെയൊക്കെ കണ്ടു സൈഡിലൊക്കെ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു, കുറേ ഫോട്ടോയൊക്കെ എടുത്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഇന്നത്തെ ഈ കുളവും ഈ പരിസരവും ഒക്കെ? എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെത്ര താഴ്ചയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. 3-4 സ്റ്റെപ്പൊക്കെ ഉണ്ട് താഴോട്ട് ഇറങ്ങാൻ. ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങി. അല്ലാതെ ഇറങ്ങി പരീക്ഷിക്കാനൊന്നും അറിയത്തില്ലല്ലോ. നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഇറങ്ങാമായിരുന്നു. പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ഞാൻ ഇറങ്ങിയുള്ളൂ. കുളമൊക്കെ കാണാൻ വന്നതല്ലേ, ഇപ്പോൾ ജസ്റ്റ് കാലൊന്നും കഴുകിയില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് കാലൊക്കെ കഴുകി ഞാൻ പതുക്കെ തിരിച്ചു പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെയും ബൈ, സീ യു.